Dear viewers, come back to JTJ Why Not channel. In this time, I feel a lot of things in India is going down and down in the young people. In front of India, they are acting a lot of nuisance. ഭാരതം നമ്മുടെ രാജ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഭരണം സ്വീകരിച്ചിട്ടുള്ള കീഴ്വഴക്കമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിഭിന്നമായ വൈവിധ്യമാർന്ന ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഭാരതത്തിലുടനീളം കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവയെ തരണം ചെയ്യുന്നതിന് ഭാരതത്തിലെ ഭരണാധിപന്മാർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. To His Excellency Honorable President of India and to His Excellency Honorable Prime Minister of India and to His Excellency Honorable Home Minister of India and to His Excellency Chief Justice of Supreme Court. ഒരു അവതാരികയോടെ തുടങ്ങുന്ന ഞാൻ കൈ ചൂണ്ടുന്നത് ഒരു പ്രത്യേക ഭാരതം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്കാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എന്നുവേണ്ട അതിനും അപ്പുറത്തുള്ള പല രാജ്യങ്ങളിലും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അട്ടിമറി നടത്തുന്നതിന് യഥേഷ്ടം അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ അത് ഒരു മാതൃകാപരമായി നേടിയെടുക്കാമെന്ന് ശ്രമിക്കുന്ന ചില കുബുദ്ധികൾ, വിഘടനവാദികൾ ഭാരതത്തെ ഒരു കളരിയാക്കി മാറ്റാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇത്തരണക്കാർ വിദേശ സഹായങ്ങളും ഭീകരപ്രവർത്തനങ്ങളും ഭാരതത്തിൽ നടത്തുന്നതിന് ഒരുങ്ങിയിരിക്കുകയാണ്. 79ാമത്തെ ഇൻഡിപെൻഡൻസ് ആഘോഷം നടത്താനിരിക്കുന്ന ഈ വേളയിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാരത ജനത വോട്ടർമാരാണ്. ആ വോട്ടർമാർ ഒരു MLAയെ തിരഞ്ഞെടുക്കുന്നു, ഒരു MPയെ തിരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടി? അത് ഈ MPക്കോ MLAയ്ക്കോ ഒരു ബോധ്യമില്ലാത്തൊരു സാഹചര്യമാണ് പല MPമാരും MLAമാരും കാണിക്കുന്നത്. അവർക്കൊരു വാഹനം കിട്ടുന്നു, അല്ലെങ്കിൽ അവർക്ക് ഫെസിലിറ്റി കിട്ടുന്നു, അവർക്ക് സാമ്പത്തിക നേട്ടം ലഭിക്കുന്നു എന്നതിന് വേണ്ടിയല്ല ഈ ഭാരത ജനത വോട്ടിടുന്നത്. ലോക്കൽ ജനതാൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തുന്നതിനും ലെജിസ്ലേറ്റീവ് ബോഡി ആയിട്ടാണ് ഈ MLAമാരെയും MPമാരെയും ഈ സാധാരണ ജനങ്ങൾ വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്നു എന്ന അവബോധം ബഹുമാനപ്പെട്ട MLAമാർക്കും MPമാർക്കും ഉണ്ടോ എന്ന ചോദ്യം ഞാനിവിടെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. തെരുവിലേക്ക് വലിച്ചഴയ്ക്കാനല്ല ഈ വോട്ടർമാർ
MLA സ്ഥാനം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ MP സ്ഥാനം നൽകിയിരിക്കുന്നത്. പാർലമെന്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും തെരുവിലിറക്കിക്കൊണ്ടൊരു നാടകം കാണാനല്ല ജനതാൽപര്യം എന്ന് ഒന്ന് ഉദ്ബോധിപ്പിച്ചു കൊള്ളട്ടെ. ഭാരതത്തിൽ ഭരണഘടന നടമാടുന്നു. 1946 299 മെമ്പേഴ്സുമായി ഡോക്ടർ BR അംബേദ്കർ, to his excellency, he is now no more, but he is given an excellent foundation for India. Indian constituency. What is that? ഈ ഓരോ MLA മാർക്കും MP മാർക്കും അതിനെക്കുറിച്ച് അവബോധമുണ്ടോ? പാർലമെന്റിനകത്ത് നടക്കുന്ന സംഭാഷണങ്ങൾ ഇന്ന് വോട്ടർമാരായ ഞങ്ങൾക്ക് കാണാം, കേൾക്കാം. നാണം തോന്നുന്നു സർ, നാണക്കേടാണ് സർ ഭാരതത്തിന് ഇത്തരണത്തിലുള്ള സംഭാഷണങ്ങൾ, പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തിന് നേരെ എറിയുന്ന ഇത്തരം സംഭാഷണങ്ങൾ നിർത്തേണ്ടതായ കാലം കഴിഞ്ഞു. ഇത് ഒരു മിലേനിയമാണ്. 2000 മിലേനിയം കഴിഞ്ഞു. ഇവിടെയും നമ്മുടെ ഭാരതീയരായ കഴിവുറ്റ MP മാരും കഴിവുറ്റ MLA മാരും ഭാരതം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരാണ്. അവരാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മന്ത്രി കസേരകളിൽ ഇരിക്കുന്നത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവിടം ശൂന്യമാക്കാനല്ല ഭാരതത്തിലേക്ക് ഈ വോട്ടർമാര് ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. പൊളിറ്റിക്കലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ആർ ദെയർ. ആ വൈവിധ്യമാർന്ന പൊളിറ്റിക്കൽ പാർട്ടികളെ തിരഞ്ഞെടുത്ത് പ്രമുഖ പാർട്ടിക്ക് ഭരണം നടത്തുന്നതിനുള്ള അധികാരം നൽകുന്നത് ജനങ്ങളാണെന്ന അവബോധം വേണം. അതെ, ഇടയ്ക്കൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഔന്നത്യമോ സാമ്പത്തിക ശേഷിയോ നോക്കിയല്ല ഓരോ MLA മാരെയും MP മാരെയും ഭാരത ഭരണഘടന സൃഷ്ടിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത് വിടുന്നത്. There is lot of official wings for to support the minister and everybody. We know everything. ഒരു മന്ത്രിയെ അവഹേളിക്കാനല്ല ഈ രാജ്യത്തെ ജനങ്ങൾ നിലനിൽക്കുന്നത്. അത്തരുണത്തിലുള്ള വേദനാജനകമായ നരാധമന്മാരുടെ മുറവിളികൾ കേൾക്കുമ്പോൾ വളരെയേറെ സങ്കടം തോന്നുന്നു സർ. അവർക്ക് മാപ്പ് കൊടുത്തിട്ട് എന്തു ഫലം? ഔദാര്യമായ മനസ്സിനുടമയായവർ ഔന്നത്യത്തിൽ നിന്നാലും അമ്മയെ സേവിക്കുന്നു, ഭാരതാംബയെ സേവിക്കുന്നു, ഭാരത ജനതയുടെ മക്കളെ വേദനിപ്പിക്കരുതെന്നുള്ള അവബോധത്തോടുകൂടി അവർക്ക് മാപ്പ് കൊടുക്കുന്നു. ഈസ് ഇറ്റ് റൈറ്റ്? തങ്ങളുടെ സ്ഥാനത്തിന് ഉചിതമല്ലാത്ത വാചകങ്ങൾ വരുമ്പോൾ പോലും, കുടുംബാംഗങ്ങളെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുമ്പോൾ പോലും അതിന് മാപ്പ് നൽകുന്ന പ്രധാനമന്ത്രിയാണ് മോദിജി അങ്ങ്. We are looking that. We are very sadness about that words are in front of Indian Union. So not for the personal thing it is, because you are the Prime Minister of us. We are looking that. ആരുടെ ധനമാണ്
ഭാരതത്തിൽ ഒഴുകിയത് ഭാരതത്തെ വിഘടിപ്പിക്കുന്നതിന്, ഭാരതത്തിൻ്റെ അന്തസത്ത, ഭാരതത്തിൻ്റെ അഭിമാനം കെടുത്തുന്നതിന് ഇടയാക്കിയത് കുറേ ഗുണ്ടകളും കുറേ സാമൂഹ്യ വിരുദ്ധരും എല്ലാവരെയും കൂട്ടി അഴിഞ്ഞാടി. എന്തിനേറെ പറയുന്നു, ഒരു പ്രതിപക്ഷ നേതാവും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയും വരെ ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്നില്ലേ? പാറ്റയും പഴുതാരയുമല്ല ഭാരതം ഭരിക്കേണ്ടത് എന്ന അവബോധം നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണ്ടാകണം. അവരെ ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കൾക്ക് സ്ഥാനചലനം കൊടുക്കാൻ അവർ നിർബന്ധിതരാകുകയാണ് വോട്ടർമാരുടെ മുന്നിൽ. ഉപദേശം തെറ്റുമ്പോഴാണ്, അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിയെക്കുറിച്ച് നമുക്ക് നോക്കാം. 1985 അല്ലൻ ഒക്ടോവിയൻ ഭാരത ജനതയ്ക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ അർഹമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു കോൺഗ്രസ് രൂപീകരിച്ചു. ഡിസംബർ 28, 1985 അല്ലൻ ഒക്ടോവിയൻ. അദ്ദേഹം അല്ലൻ ഒക്ടോവിയൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ആരായിരുന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അന്നത്തെ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി WC ബാനർജിയാണ് 1885 സ്ഥാനമേറ്റത്. 1901 മഹാത്മജി കൽക്കട്ടയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയും അദ്ദേഹം 15 വർഷം അവിടെ അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായ അവിടുത്തെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതുകയും ബ്രിട്ടീഷുകാരുടെ അടിയും ചവിട്ടും കൊണ്ട് അദ്ദേഹം അവിടുത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർത്തിക്കുകയും ഉണ്ടായി. നമ്മുടെ മഹാത്മജി 1915 ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, ക്ഷണം കൊടുത്തു. പ്രിയപ്പെട്ട മഹാത്മജി, താങ്കൾ ഇവിടെ വരണം, ഭാരതത്തെ നയിക്കണം, ഭാരതത്തിൻ്റെ കോൺഗ്രസിൻ്റെ അമരത്വത്തിലേക്ക് കടക്കണം. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഓരോരോ വിഭാഗമായ ഭാരതീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു, യത്നിച്ചു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യ ലബ്ധിക്ക് 1 വർഷത്തിന് മുമ്പ് BR അംബേദ്കർ സർ, നമ്മുടെ ഭരണപിതാവ്, ഭരണഘടനയുടെ ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, give an excellent foundation for India. അവിടെ എന്താണ് പറയുന്നത്? എല്ലാ മനുഷ്യർക്കും സ്വന്തം ഇഷ്ടപ്രകാരം കൂത്താടിക്കൊണ്ട് തെരുവിലിറങ്ങി സമരത്തിൽ പ്രവർത്തിക്കാനല്ല ഗാന്ധിജി ഒരു കോൺഗ്രസ് പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തിരിച്ചത്. സ്നേഹത്തിലും സഹനത്തിലും സമാധാനത്തിലും അധിഷ്ഠിതമായ ഒരു സമരമുറയാണ് അദ്ദേഹം ഭാരതീയ ജനതയ്ക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. ബ്രിട്ടീഷുകാര് വെടിവെച്ചു, വെടികൊണ്ടു ഭാരതീയർക്ക്. എന്നാൽ ഗാന്ധിജിയുടെ സ്നേഹവും ഗാന്ധിജിയുടെ സമാധാനവും ഗാന്ധിജിയുടെ സമരമുറയിലൂടെ ആ പവിത്രമായ ആ മണ്ണിനെ സ്വാതന്ത്ര്യം എന്ന ഇതിലേക്ക്, ഇൻഡിപെൻഡൻസിലേക്ക് വഴങ്ങേണ്ടി വന്നു. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. ഇവിടെ ഇന്ന് ഞാൻ എടുത്തു പറയാൻ പ്രത്യേകതയുണ്ട്. എന്തിനും ഏതിനും തെരുവിലിറങ്ങിയുള്ള സമരം.
നെഹ്റു കുടുംബം ഔന്നത്യത്തിൽ എല്ലാ ഭാരതീയൻ്റെയും ഉള്ളിൽ തട്ടുന്ന ഒരു കുടുംബം തന്നെയാണ്. മോദിജി സാർ, അങ്ങേക്കും നെഹ്റു കുടുംബത്തെക്കുറിച്ച് ബഹുമാനമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇന്ന് കാണുന്ന നെഹ്റു കുടുംബത്തിൻ്റെ പിൻതലമുറയെ നയിക്കുന്ന ഉപദേഷ്ടാക്കൾ ഇവരെ തെരുവിലേക്ക് ആനയിക്കുന്ന രംഗം കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു സർ. എന്ത് സംസാരിക്കണം, ഏത് വിധത്തിൽ സംസാരിക്കണം, അവഹേളിതനാകാതെ ഭരണഘടനയ്ക്ക് അനുചിതമായ വർത്തിത്വത്തിൽ ഏർപ്പെട്ട ഭാരത ഭരണഘടന നടമാടണം എന്ന ബോധ്യം നഷ്ടപ്പെടുത്തിച്ചു കളഞ്ഞു സർ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഓരോ ഭാരതീയരും എൻ്റെ സഹോദരന്മാരാണ്. ഈ ഭാരതത്തിൽ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടില്ലേ? ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്നോളം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പല SSLC പേപ്പറുകളും ചോർന്നു. SLC പരീക്ഷ എഴുതാൻ പറ്റാതെ മാസങ്ങളോളം ഞങ്ങൾ കാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സർ. ഏതെങ്കിലും വ്യക്തികൾ വീഡിയോ ഇട്ട് അത് വൈറലായി ഒരു പാറ്റ പാർട്ടി, കോക്രോച്ച് പാർട്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഴുതാര പാർട്ടി, അങ്ങനെയൊന്നും ഭാരതത്തിനകത്ത് അനുവദനീയമല്ല. ഈ വോട്ടർമാർ നൽകിയിരിക്കുന്ന അധികാരം നരേന്ദ്രമോദിജി, ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അങ്ങേക്കാണ്. ഹോണറബിൾ ഹോം മിനിസ്റ്റർ, അങ്ങേക്കാണ് അധികാരം. ഭാരതത്തെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നയിക്കുവാൻ അവിടെ നിന്നാണ് നിയമ നടപടികൾ ഒരുക്കേണ്ടത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുവാൻ, തെറ്റ് തിരുത്തുവാൻ ഭാരത കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഘടകമായ നീതിന്യായം പുനഃസ്ഥാപിക്കുവാൻ, ഇതുപോലെ ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന വ്യക്തിത്വങ്ങൾക്കെതിരെ നീതിദേവതയുടെ വാൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഭാരതം ലോകരാജ്യങ്ങൾക്കിടയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഭാരതത്തിനകത്ത് അന്തഃഛിദ്രം വളർത്തുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യാൻ നമ്മുടെ കോടതികൾക്കും നമ്മുടെ ആഭ്യന്തര വകുപ്പിനും നമ്മുടെ പ്രധാനമന്ത്രിജിക്കും കഴിവുണ്ടാകട്ടെ. മഹാത്മജി ഒരിക്കൽ ഡിസ്ബാൻഡിലിംഗ് എന്നൊരു പദം കോൺഗ്രസിന് നേരെ ഉപയോഗിക്കുകയുണ്ടായി. ഡിസ്ബാൻഡിങ് അത് നടപ്പിൽ വന്നില്ല. എന്തുകൊണ്ടാണ് മഹാത്മജി ആ വാക്ക് ഉപയോഗിച്ചത്? തൻ്റെ സഹനമാകുന്ന സമരമുറയെ വയലൻസ് എന്ന നിലയിലേക്ക് ഈ രാജ്യത്തിനകത്ത് തനിക്ക് കാണേണ്ടി വരും എന്നുള്ള ഒരു ആകാംക്ഷ, ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു സത്യം അദ്ദേഹം മനസ്സിലാക്കി. വയലൻസിലേക്ക് ഇന്ന് നയിക്കുന്ന, അതെ, എന്തിനും ഏതിനും സമരമാണല്ലോ. സെക്രട്ടേറിയറ്റ് മുന്നിൽ, ഡൽഹിയിൽ. അപ്പം അവിടെയൊക്കെ വയലൻസ് ഉണ്ടാക്കുന്ന വ്യക്തിത്വങ്ങൾക്കെതിരെ നമ്മുടെ ഭാവി തലമുറ ശിക്ഷിക്കപ്പെടാതെ ഉണ്ടായ തെറ്റുകൾക്ക് പരിഹാരം നമ്മുടെ സർക്കാർ കണ്ടു കഴിഞ്ഞു. എന്നിട്ടും അവിടെയും തീരുന്നില്ല ഈ പാറ്റായും ഈ പഴുതാരയും.
ഏത് കോക്രോച്ച് എവിടെ നിന്ന് പൊട്ടിമുളച്ച് വന്നു? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത്? അതിൻ്റെ ഫൗണ്ടേഷൻ എന്ത്? അവർക്കാര് ഫണ്ട് ചെയ്യുന്നു? അവരുടെ ലക്ഷ്യമെന്ത്? ഈ രാജ്യത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ചോദ്യം ചെയ്യാൻ ഇത്തരണത്തിൽ വരുന്ന ഏക വ്യക്തി, ദ്വ്യക്തി, അങ്ങനെ വരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഒരു അവകാശവും ഭാരതത്തിനകത്ത് ഉണ്ടായിട്ടില്ല, കൊടുത്തിട്ടില്ല. മുൻ ഭരണകർത്താക്കൾ അത് കൊടുത്തിട്ടില്ല. മഹാത്മജി വേദനപ്പെട്ട വയലൻസ് MP-മാരും MLA-മാരും പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു അസംബ്ലിയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിന്മേൽ ചർച്ച ചെയ്യാൻ മനസ്സില്ലാതെ ഇറങ്ങിപ്പോകുന്ന രംഗങ്ങൾ നമ്മൾ ധാരാളം കണ്ടിരിക്കുന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്ത് ജനങ്ങൾ അയക്കുന്ന ഓരോ MLA-മാരും MP-മാരും ജനങ്ങളുടെ ജനതാൽപര്യങ്ങൾക്ക് വിധേയമായാണോ ഇത്തരുണത്തിൽ ഇറങ്ങിപ്പോകുന്നത്? ഒപ്പോസ് ചെയ്യുക. അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്തു ഫലം? രാജ്യം ഭരിക്കാൻ കെൽപ്പുമില്ല, ഭരിക്കുന്നവരെ ഭരിക്കാൻ അനുവദിക്കുകയുമില്ല. ഇതല്ലേ ഇറങ്ങിപ്പോക്കിൻ്റെ അർത്ഥം? പ്രധാന നെഹ്റു കുടുംബത്തിലെ വ്യക്തികളെ സംരക്ഷിക്കുന്ന ഭാരതം. ഇന്ദിരാജിയുടെ മരണം ഒരിക്കൽ ഞാൻ ഒരു കൊച്ചു കുട്ടിയൊക്കെ ആയിരുന്നു. അന്ന് എൻ്റെ മുന്നിലിരുന്ന റേഡിയോ ഞാൻ അടിച്ചു പൊളിച്ചു. എനിക്ക് കേൾക്കാൻ, എൻ്റെ കാതുകൾക്ക് അത് കേൾക്കാൻ സാധ്യമല്ലാത്തൊരു രംഗമായിരുന്നു. ഇന്നിതാ കേൾക്കുന്നു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ നേതാക്കന്മാരെ അസഭ്യം വിളിക്കുന്ന ഓരോ വ്യക്തികളും ഭാരതീയരല്ല. അവര് ഭാരതീയ ഭരണഘടനയിൽ ഇത്തരക്കാരെ ഒഴിവാക്കുന്നതിന്, അവർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ Amit Shah sir, Honorable Amit Shah sir, you are the right man. ക്ഷമിക്കുക, സഹിക്കുക, സഹനമുറ, ഇതെല്ലാം ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു. പക്ഷെ ഗാന്ധിജി പറഞ്ഞു, ഡിസ്ബാൻഡിങ് violence inside the Congress. So Vande Bharatam, Vande Bharatam, Vande Mataram, Vande Mataram, Vande Mataram. Jai Hind, sir.